ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും MG യൂണിവേഴ്സിറ്റിയുടെയും 2025 LLB അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഫസ്റ്റ് സെം എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജാനുവരി 19 മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഫസ്റ്റ് സെം എക്സാം എഴുതുന്ന കുട്ടികൾ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു LLB സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസും ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ സ്റ്റഡി സീരീസ് ഞാൻ അനൗൺസ് ചെയ്തു. ബട്ട് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ മുതൽ എനിക്ക് അതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോസ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ടേക്ക് ദിസ് ആസ് ദ ഫസ്റ്റ് വീഡിയോ ഇൻ ദാറ്റ് സീരീസ്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു LLB സെമസ്റ്റർ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ആൻസർ ചെയ്തുകൊണ്ട് എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം, അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ എന്ത് ചെയ്യുക, അതിൽ ആ ഒരു ആൻസറിൽ ഒരു LLB സെമസ്റ്റർ എക്സാമിനേഷന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം, നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി അതിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ഉൾക്കൊണ്ടത്, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കോൺട്രാക്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറേ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ഓഫർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഞാൻ പറയാം, ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് മാർക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ് ക്യാരി ചെയ്യേണ്ടതെന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 5 മാർക്കാണോ, 10 മാർക്കാണോ, 12 മാർക്കാണോ, എത്ര മാർക്കാണ് എന്ന് ആദ്യം നോക്കണം. ആ ക്വസ്റ്റിന് നേരെ ആദ്യം. അപ്പോൾ ആദ്യം നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുന്നേ അതിന് എത്ര മാർക്കാണെന്ന് നോക്കി, എന്നിട്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടന്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 12 മാർക്കിനൊരു ചോദ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അര പേജ് എഴുതിയാൽ മതിയോ? പറ്റില്ല. ഒരു 4-5 പേജ് നിങ്ങൾ എഴുതേണ്ടി വരും. ഡിസ്ക്രിപ്റ്റീവായിട്ട് വളരെ നീട്ടി വലിച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതേണ്ടി വരും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒരു 5 മാർക്കാണെങ്കിൽ പ്രശ്നമില്ല. അതിൻ്റെ ഒരു 1.5 പുറമോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി, എഴുതിയാൽ മതി നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുന്നേ ആദ്യം അതിൻ്റെ മാർക്ക് എത്രയാണെന്ന് നിങ്ങൾ നോക്കണം. ആ മാർക്കിൻ്റെ ഒരു ക്രൈറ്റീരിയ നിന്നുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഐ വിൽ ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് ബിൽഡിംഗ് ആൻ ഹൗസ്. ഒരു വീട് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് അതുപോലെ തന്നെയാവണം. നമ്മൾ വീട് ബിൽഡ് ചെയ്യുന്ന തറ പണിത്, പിന്നെ ചുവര് പണിത്, പിന്നെയാണ് നമ്മൾ വാർക്കുന്നത്. ഇപ്പോൾ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ഓഫർ എന്ന് പറഞ്ഞൊരു ചോദ്യം 12 മാർക്കിന് ചോദിച്ചോ നിങ്ങൾ വിചാരിക്കും. നിങ്ങൾ എങ്ങനെ എഴുതും? അപ്പോൾ നിങ്ങൾക്കറിയാം എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ഓഫർ എന്ന് പറയുമ്പോൾ എസെൻഷ്യൽസ് ഒരു 4-5 എണ്ണം ഉണ്ട്. പിന്നെ ഒരു 2 കേസ് ഉണ്ട്. അത് എഴുതിയാൽ ജസ്റ്റ് ഒരു പേജേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ കണ്ടന്റ് പ്ലാൻ ചെയ്യണം. 12 മാർക്ക് ആ 4-5 പേപ്പർ എഴുതണം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനനുസരിച്ച് കണ്ടന്റ് പ്ലാൻ ചെയ്യണം. എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ഓഫർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടുന്ന് എഴുതി തുടങ്ങണം? നിങ്ങൾ കോൺട്രാക്ട് എന്താണെന്ന് എഴുതണം. കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ് സെക്ഷൻ 10 പറയുന്ന എസെൻഷ്യൽസ് എഴുതാൻ പറ്റില്ലേ നിങ്ങൾക്ക്? പ്രധാനപ്പെട്ട കേസ് ലോസ് നിങ്ങൾക്ക് എഴുതാൻ പോകാൻ പറ്റില്ലേ? അങ്ങനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് അവസാനത്തേക്ക് നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റില്ലേ? നിങ്ങൾക്ക് എസെൻഷ്യൽ വാലിഡ് ഓഫർ എഴുതാൻ പറ്റില്ലേ? ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് 5 പേജ് ആക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? നേരിട്ട് എസെൻഷ്യൽസ് വാലിഡ് ഓഫർ എഴുതി കഴിഞ്ഞാൽ 12 മാർക്കിനുള്ള ഒരു നമ്പർ ഓഫ് പേജസ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ഓഫർ നമുക്ക് എവിടെ നിന്ന് എഴുതി തുടങ്ങാം? കോൺട്രാക്റ്റും അതിൻ്റെ എസെൻഷ്യൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതി നിങ്ങൾക്ക് ആൻസർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വേണം. നിങ്ങളുടെ കയ്യിലുള്ള മാറ്റർ എത്രയാണ് നിങ്ങളുടെ മൈൻഡിലുണ്ടാവുന്നില്ലേ? എനിക്ക് ഈ ക്വസ്റ്റിന് എത്ര ആൻസർ അറിയാമെന്നുള്ള കാര്യം മൈൻഡിലുണ്ട്. അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യേണ്ടത്. പിന്നെ ഒരു ആൻസറിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് ആദ്യം വേണ്ടത് സെക്ഷനാണ്. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഓഫറാണ്. അപ്പോൾ ഓഫർ എന്ന് പറയുമ്പോൾ സെക്ഷൻ 2A എന്തായാലും പറഞ്ഞിരിക്കണം, ഇല്ലേ? സെക്ഷൻ 2Aയിലുള്ള ഓഫറിനെ പറ്റി പറയുന്നത്. സെക്ഷൻ 2A കഴിഞ്ഞ് കഴിഞ്ഞാൽ 2B പറയാം നമുക്ക്. പിന്നെ 2H എന്തായാലും പറയണം. 2H എന്ന് പറഞ്ഞാൽ എന്താ, കോൺട്രാക്റ്റിൻ്റെ സെക്ഷനാണ്. എ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അങ്ങനെ സെക്ഷൻസ് പറഞ്ഞു വെക്കണം. സെക്ഷൻസ് ആണ് എപ്പോഴും എന്ത് ചെയ്യുക, മാർക്ക് ക്യാരി ചെയ്യുക. നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ, ധാരാളം മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ സെക്ഷൻസ് പറഞ്ഞു വെക്കാം. ഇനി സെക്ഷൻസ് അറിഞ്ഞില്ലെങ്കിൽ അത് എഴുതാതിരിക്കുക, തെറ്റിച്ച് എഴുതാണ്ടിരിക്കുക. സെക്ഷൻസ് അറിയുമെങ്കിൽ അത് എന്തായാലും എഴുതി സെക്ഷൻസ് എഴുതി കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഡബിൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യുക, അവരുടെ ശ്രദ്ധ അങ്ങോട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് മാർക്ക് ഇടാനുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻറ്റൻഷൻ വരും. അപ്പോൾ സെക്ഷൻസ് എഴുതാൻ ശ്രമിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, സെക്ഷൻസ് എഴുതാൻ ശ്രമിക്കുക. സെക്ഷൻസ് എപ്പോഴും നമ്മൾ പഠിക്കുന്ന ലോ സബ്ജക്റ്റാണ്, നമ്മൾ പഠിക്കുന്ന ലോയാണ്. നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മൾ റെഫർ ടു സെക്ഷൻസ് പറഞ്ഞു. ഓഫർ പറയുമ്പോൾ ഓഫറിനെ 2A പറയണം, ഇല്ലേ? 2B പറയണം, 2H പറയണം. പിന്നെ ആക്സസറി ആയിട്ടുള്ള സെക്ഷൻസ് വേറെ ഏതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം നിങ്ങൾക്ക്.
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു LLB എക്സാമിന് വാലിഡ് ഓഫറിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഓഫറായി ബന്ധപ്പെട്ടുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം നിങ്ങൾക്ക്. ഓക്കെ, അപ്സൈഡ് ആവരുത് എന്നുള്ള ഒരു ഇതുള്ളൂ. നിങ്ങൾ പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യുക, കണ്ടന്റ് എഴുതുക. ഓക്കെ, പിന്നെ സെക്ഷൻസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കേസ് ലോസിനാണ്. കേസുകൾ എഴുതണം. ലോ സബ്ജക്റ്റാണ്, ആൻസർ എഴുതുമ്പോൾ റെഫറൻസ് കേസ് ലോസ് എന്തായാലും നമ്മൾ എഴുതണം. നമ്മൾ അതിനെപ്പോഴും മാർക്ക് ക്യാരി ചെയ്യും. കേസ് ലോസ് എഴുതുമ്പോൾ സൈറ്റേഷൻ ഓർമ്മയില്ലെങ്കിലും അതിൻ്റെ ഇയർ എഴുതാൻ ശ്രമിക്കാം. ഇനി ഇയർ അറിയില്ലെങ്കിൽ എഴുതാതിരിക്കുക, തെറ്റിച്ച് എഴുതരുത്. ഓക്കെ, കേസ് ലോസ് ഇപ്പോൾ മറ്റേ ബാൽഫോർ വേഴ്സസ് ബാൽഫോർ, ഓക്കെ, ലാൽമാൻ ശുക്ല വേഴ്സസ് ഗൗരിദത്ത്. ഓക്കെ, അപ്പോൾ കേസുകൾ കൃത്യമായിട്ട് എഴുതുക, അതിൻ്റെ ഇയർ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഇയർ എല്ലാം ഒന്ന് ഓർത്തിരിക്കണം നിർബന്ധമില്ല. അപ്പോൾ കേസ് ലോസ് എന്തായാലും എഴുതിക്കണം. കേസ് ലോസ് എഴുതിയാലേ നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ നിങ്ങൾ കേസ് ഇനിയിപ്പോൾ കേസിൻ്റെ മാറ്റർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, പക്ഷേ കേസിൻ്റെ ടൈറ്റിൽ മറന്നുപോയി, അതിൻ്റെ ടൈറ്റിൽ മറന്നുപോയി. അപ്പോൾ ഒന്നുമില്ല, എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് ഇല്ലുസ്ട്രേഷനാക്കി എഴുത്. പറ്റില്ലേ, പഠിച്ച മാറ്റർ കളയാൻ നോക്കണ്ട. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് എഴുതി പോവാം. ഓക്കെ, കേസിൻ്റെ കംപ്ലീറ്റ് കണ്ടന്റും അതിൻ്റെ എന്ത് ചെയ്യുക, കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, ടൈറ്റിൽ ഓർമ്മയില്ലെങ്കിൽ അത് എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷനൊക്കെ ഇല്ലുസ്ട്രേഷൻസ് നിങ്ങൾ ഉൾപ്പെടുത്തണം. അപ്പോൾ സെക്ഷൻസ് വേണം, കേസ് ലോസ് വേണം. അപ്പോൾ വാലിഡ് ഓഫറായി ബന്ധപ്പെട്ട് വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കേസുകളാണ് ലാൽമാൻ ശുക്ല വേഴ്സസ് ഗൗരിദത്തും അതുപോലെ തന്നെ ബാൽഫോർ വേഴ്സസ് ബാൽഫോർ. ഓക്കെ, വേറെയും കേസ് ലോസ് ഉണ്ട്, നിങ്ങൾക്ക് ആ കേസ് ലോസ് ഒക്കെ അവിടെ എഴുതാം. പിന്നെ ഇല്ലുസ്ട്രേഷൻസ് പിന്നെ എന്താണ്, ജൂറിസ്റ്റിക് ഡെഫിനീഷൻസ്. ജൂറിസ്റ്റുകൾ, പ്രധാനപ്പെട്ട ജൂറിസ്റ്റുകൾ ഡെഫിനീഷൻ. ഈ ജൂറിസ്റ്റുകൾ ഡെഫിനേഷൻ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂറിസ്റ്റുകൾ ഡെഫിനേഷൻ നമുക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. അത് എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് അതേപടി നിങ്ങൾ എഴുതണം നിങ്ങൾക്ക്. ഓക്കെ, അതാണ് അതിൻ്റെ വെല്ലുവിളി. ഓക്കെ, അപ്പോൾ ജൂറിസ്റ്റിക് ഡെഫിനേഷൻസ് എഴുതി അതെന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് അതെന്ത് ചെയ്യുക, നമുക്ക് ആ സബ്ജക്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീതിയോടെ വരും, നമുക്ക് മാർക്ക് വരും നമുക്ക്. പിന്നെ അതുപോലെ ഇല്ലുസ്ട്രേഷൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ അപ്രോപ്രിയേറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് അല്ല, നമ്മൾ ആ ആൻസറിൽ കീ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവണം. ഓക്കെ, കീ ആയിട്ടുള്ള പോയിന്റ്സ് അവിടെ ഉണ്ടാവണം. ഓക്കെ, ഞാൻ പറയാം, അതിനെ പ്ലാൻ ചെയ്ത് നിങ്ങൾ കണ്ടന്റ് എഴുതുക. നമ്മൾ വീട് പണിയുന്ന പോലെ തറ പണിയുക, അതുപോലെ ചുമര്, അങ്ങനെ വാർക്കുക, പ്ലാൻ ചെയ്ത് കണ്ടന്റ് എഴുതുക. ഇപ്പോൾ വാലിഡ് ഓഫറിൻ്റെ ഒരു 12 മാർക്ക് ചോദ്യം വന്ന് നിങ്ങൾ എന്ത് ചെയ്തില്ല, നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞു പോകണം, നിങ്ങൾ എന്താണ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ്, കോൺട്രാക്റ്റിൻ്റെ സെക്ഷൻസ്, അങ്ങനെ നമ്മൾ ഓഫറിലേക്ക് എത്തണം, ഓഫറിൻ്റെ എസെൻഷ്യൽസ്, അങ്ങനത്തുള്ള കാര്യങ്ങൾ പറയണം, ഓഫറിൻ്റെ കമ്മ്യൂണിക്കേഷന്, അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ വാലിഡ് ഓഫറിൽ എത്തിയിട്ട് അവിടെ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ കീ കേസ് ലോസ് അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ എല്ലാം എഴുതി വരുമ്പോൾ ഒരു 4-5 പേജ് ആവേണ്ടതാണ് ഇല്ലേ. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും ആ രീതിയിൽ പഠിക്കുക. ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ എന്തായാലും പഠിക്കുക. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മുടെ ഒരു അസറ്റാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എഴുതി ചേർത്ത് വിടാം നമുക്ക് ഇല്ലേ. നമുക്ക് ഇനി ഒരു കണ്ടന്റിന് ഷോർട്ട് വീഴുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ത് ചെയ്യുക, എവിടെ വേണമെങ്കിലും നമുക്കിത് പുട്ടിനെ വീര പോലെ നമുക്ക് കയറ്റി വിടാം നമുക്ക്. അപ്പം നിങ്ങൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി വയ്ക്കുക. നിങ്ങൾ എഴുതി പഠിക്കും. ഇപ്പോൾ ലാംഗ്വേജിന് കുറച്ച് ബാക്കിലാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട്സ് ഉണ്ടാക്കി എഴുതി പഠിക്കും. ഓക്കെ, എഴുതി വായിച്ചും പഠിക്കുക, ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, എക്സാം എഴുതുമ്പോൾ ഇംഗ്ലീഷ് നമുക്ക് എഴുതാൻ സാധിക്കും. ഇത് മലയാളത്തിൽ പഠിച്ചാൽ പ്രശ്നം എന്താ വെച്ചാൽ എക്സാം എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വാക്കുകൾക്ക് വേണ്ടി തപ്പുമ്പോൾ സമയം പോവും. നമുക്ക് 3 മണിക്കൂറുള്ളൂ നമ്മുടെ പരീക്ഷ. ആ 3 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ 3 മണിക്കൂർ എഴുതാനുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് വളരെ കീ ആയിട്ടുള്ള ഫാക്ടറാണ്. നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ പരീക്ഷ എഴുതുക നിങ്ങൾ. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം എഴുതുന്നത് പാർട്ട് സി ആയിരിക്കും. ഓക്കെ, പാർട്ട് സി എസ്എ ക്വസ്റ്റ്യനുകളായിരിക്കും ഞാൻ ആദ്യം എഴുതുന്നുണ്ടാവുക. പിന്നെ അതിനുശേഷം പാർട്ട് ബിയിലേക്ക് വരും, പിന്നെ പാർട്ട് എയിലേക്ക് വരും. ഓരോരുത്തരുടെ രീതി, നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാ രീതി. അപ്പോൾ ഞാനൊക്കെ ഓരോ പാർട്ടിനും ഓരോ സമയം മാറ്റി വയ്ക്കും. പാർട്ട് സിക്ക് ഇത്ര മണിക്കൂർ, പാർട്ട് ബിക്ക് ഇത്ര സമയം, പാർട്ട് എക്ക് ഇത്ര സമയം. ഓക്കെ, അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ എഴുതുമ്പോൾ എന്താ പറയുക, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനിലേക്കും നിങ്ങൾ എത്തും. അതുപോലെ നിങ്ങൾ ടൈം മാനേജ് ചെയ്യും. നിങ്ങൾ ഒരു ക്വസ്റ്റ്യനും ലീവ് ചെയ്യരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും ഒന്നും അറിയില്ല, ഒരു അക്ഷരം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക. നിങ്ങൾ ലീവ് ചെയ്യരുത്. അങ്ങനത്തെ മണ്ടത്തരങ്ങളോ അതിബുദ്ധിയോ മണ്ടത്തരങ്ങളൊന്നും നിങ്ങൾ കാണിച്ചേക്കരുത്. ഒരു ക്വസ്റ്റ്യൻ ഒട്ടും അറിയില്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കാം നമുക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ബാക്കി നമ്മൾ ഇനി വീഡിയോസ് കണ്ടൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ്, കമ്പ്യൂട്ടറിന് ചെറിയൊരു പണി കിട്ടിയതുകൊണ്ടാണ് നമ്മളെ വീഡിയോസ് ചെയ്യാൻ പറ്റായിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി കണ്ടൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ഉറപ്പായിട്ട് സപ്പോർട്ട്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.